ഹലോ, എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ആദർശിൻ്റെയും നയനയുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് നമുക്കറിയാം. അപ്പം നമുക്ക് എന്തായാലും കഥയിലേക്ക് കിടക്കാം. അപ്പം മുത്തശ്ശി നയനയെ നോക്കാനായിട്ട് കനകദുർഗയോട് അനന്തപുരിയിൽ നിൽക്കാനായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും കനകദുർഗയ്ക്ക് അത്രയായിട്ടും ഇഷ്ടമായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവയാനിയും അതുപോലെ തന്നെ ജലജയും കനകദുർഗ അവിടെ ചെല്ലുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവരവിടെ നിൽക്കുന്നത് ഇവർക്കൊട്ടും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കനകദുർഗയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നാലും മുത്തശ്ശിയുടെ വാക്കുകൾ ധിക്കരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതേസമയം തന്നെ നയന പറയുന്നുണ്ട്, വെറുതെ അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ, ഞാൻ നോക്കിക്കോളാം നയനേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ്, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്, ഇതൊരു ബുദ്ധിമുട്ടല്ല. കനകദുർഗയ്ക്ക് ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും മോളെ നോക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നതിന്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വയ്ക്കണം. അപ്പോൾ ആദർശ് പറയുകയാണ്, ഒരു ഹോം നേഴ്സിനെ നമുക്ക് നിർത്താമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ്, ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മുടെ കനകദുർഗ ഉണ്ടല്ലോ, കനകദുർഗ നന്നായിട്ട് അവരുടെ മോളെ നോക്കിക്കോളും, വളകാപ്പൊക്കെ അടുത്തല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനാട്ടോ. അപ്പം നവ്യക്കാണെങ്കിലും അമ്മ നിൽക്കുന്നത് അത്ര ഇഷ്ടമില്ല. കാരണം എങ്ങാനും അമ്മ കള്ളത്തിനെ പിടിച്ചാൽ അതോടുകൂടി തീർന്നല്ലോ. അപ്പം നവ്യം പറയേണ്ടത് നയനെ എന്നെ നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതെന്തായാലും മുത്തശ്ശിയുടെയും തീരുമാനമാണ്, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു തീരുമാനം ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജലജയ്ക്കും അതുപോലെ തന്നെ ദേവയാനിക്കൊന്നും തന്നെ കനകദുർഗ അവിടെ വരുന്നതോ നിൽക്കുന്നതോ ഇഷ്ടമല്ല. അതേസമയം തന്നെ കനകദുർഗ കുറച്ച് കഴിയുമ്പോൾ ഭർത്താവിനോട് പറയുന്നുണ്ട്, ഇവിടെ ഞാൻ നിൽക്കുന്നത് ഒട്ടും ദേവയാനിക്കും അതെ ജലജയ്ക്കും അതെ ഇഷ്ടപ്പെടില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയാണ്, അത് മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, നീ പേടിക്കണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് പോന്നാൽ മതി, നീയായിട്ട് തന്നെ ഇവിടെ തുടർന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ നയനമോള് എങ്ങനെയാണോ ഇവിടെ കഴിയുന്നത് അതുപോലെ നീയും കഴിയുക, കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടാതെ ഒന്നും കണ്ടതും കേട്ടതുമായിട്ട് നടിക്കാതെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയാൽ മതി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് കയറി പോന്നോളാൻ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും നിർബന്ധിച്ച്, മുത്തശ്ശിയുടെ നിർബന്ധം കാരണം കനകദുർഗ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അറിയാലോ, കനകദുർഗ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജലജ എന്തായാലും പണി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർ തമ്മിലൊരു ഫൈറ്റൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നന്ദുവിനെയാണ് കേട്ടോ. അപ്പോൾ അനി വിളിക്കുകയാണ് നന്ദുവിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദു അനിയെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് തന്നെ നന്ദുവിൻ്റെ മുഖത്തിന് വലിയ തെളിച്ചമൊന്നും ഇല്ലാത്തത് കാരണം അനി പറയുകയാണ്, അല്ല ബ്രോക്ക് എന്ത് പറ്റി, മുഖത്തിനൊരു തെളിച്ചവും ഇല്ലല്ലോ, ഇനി ആ സാരി ഇഷ്ടപ്പെടാത്തത് കൊണ്ടിട്ടാണോ എന്ന് നോക്കിയാണ്. ഞാൻ അനാമികയോട് പറഞ്ഞതാണ്, ബ്രോ സാരി ഒന്നും ഉടുക്കില്ല, ഇങ്ങനെ ആൺകുട്ടികളെ പോലെ നിൽക്കുന്നതാണ് ബ്രോയ്ക്ക് ഇഷ്ടം. പക്ഷേ അനാമിക പറഞ്ഞു, നമ്മുടെ കല്യാണത്തിന് ബ്രോ വരുമ്പോൾ സാരി ഉടുക്കണം എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ സാരി മേടിച്ചത് കേട്ടോ, എനിക്കറിയായിരുന്നു ബ്രോയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും നന്ദു പറയാണ്, കല്യാണം ഒന്ന് വയ്ക്കുകയാണ്, ഇവരുടെ കല്യാണം പെട്ടെന്ന് ഉണ്ടാവുമെന്ന് നന്ദു പ്രതീക്ഷിക്കുന്നില്ല. അപ്പോഴത്തേക്കും അനി പറയാണ്, അതെ കല്യാണം, ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് എടുക്കാനായിട്ടേ നാളെ അവർ വരും, അപ്പോൾ അടുത്ത് തന്നെ കല്യാണം ഉണ്ടാവും. ഞാൻ പെട്ടെന്ന് കല്യാണം നടക്കാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല, എനിക്ക് അനാമികയോട് ഒരു പ്രണയവും തോന്നിയിട്ടില്ല ഇതുവരെ, പക്ഷെ അവൾക്ക് എന്നോട് പ്രണയം തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ, കല്യാണം വരെയൊക്കെ ആയില്ലേ, പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്വമൊക്കെ എനിക്ക് ഏറ്റെടുക്കാനായിട്ട് ഇപ്പോൾ താല്പര്യമില്ല, കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇതൊക്കെ പെട്ടെന്നായിപ്പോയി. പിന്നെ കല്യാണം കഴിഞ്ഞ ബ്രോയുടെ കൂടെ ഇങ്ങനെ ഇരിക്കാനും വർത്തമാനം പറയാനും ബ്രോൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരാനൊന്നും എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടതിന് ശേഷം നന്ദു പറയാണ്, ശരി എനിക്ക് പോകണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ അനി ചോദിക്കുകയാണ്, അല്ല ബ്രോക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നന്ദു പറയും, ഒന്നുമില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. പക്ഷേ അനിയുടെ ഉള്ളിലും എനിക്കെന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആകെ കൂടെ പഴയ ഒരാളെ അല്ല, പണ്ടത്തെ ആ ഒരു സ്മാർട്ട്നെസ് ഒന്നും ഇപ്പം നന്ദുവിൽ കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാലും സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല, എന്തോ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത സീനിൽ ദേവയാനീനെയും ആദർശിൻ്റെ അച്ഛനെയുമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ദേവയാനീനെ ചെന്ന് വിളിക്കുകയാണ്, ദേവയാനി ഭക്ഷണം കഴിക്കാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും ദേവയാനി പറയുകയാണ്, എനിക്ക് വേണ്ട ഭക്ഷണം, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ആദർശിൻ്റെ അച്ഛൻ നിർബന്ധിക്കുകയാണ് കേട്ടോ, വിശക്കും, നിനക്ക് കുറച്ച് കഴിയുമ്പോൾ വിശക്കും, എന്തായാലും കഴിച്ചിട്ട് വരാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും നിനക്കിത് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയണം, ആ കനക അവരെ കാണുന്ന പോലും എനിക്കിഷ്ടമല്ല, അവരുടെ കൂടെ ഇരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അവർ നമ്മുടെ കുടുംബത്തോട് കാണിച്ചതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ആദർശിൻ്റെ അച്ഛൻ പറയണം, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ, അവരുടെ 2 പെൺമക്കളും ഇവിടുത്തെ മരുമക്കളാണിപ്പോൾ, പിന്നെ നവ്യയെ നോക്കേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ടിട്ടല്ലേ അവരെ നമ്മളിവിടെ നിർത്തിയത്, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരങ്ങ് പോയിക്കോളും എന്ന് പറയുകയാണ്. പഴയ കാര്യമൊന്നുമല്ല, ഈ കഴിഞ്ഞ ദിവസം നയനെ കാണാതെ പോയപ്പോൾ അവർ നമ്മളേക്ക് എന്തൊക്കെയാണ് പറഞ്ഞത്, അതൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ആദർശിൻ്റെ അച്ഛൻ
ദേവയാനീനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, ഇപ്പോൾ എന്തായാലും അവർ കുറച്ച് ദിവസം ഉണ്ടാവും, അത് കഴിഞ്ഞ് അവർ പൊയ്ക്കോളും, നീ അതൊന്നും ഓർത്തിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അടുത്ത സീനിൽ നമ്മുടെ നയനയെയും കനകദുർഗയുമാണ് കാണിക്കുന്നത്. അപ്പോൾ കനകദുർഗ മോളോട് ചോദിക്കുകയാണ്, അല്ല മോളെ, മോളാണോ എല്ലാ കാര്യവും ചെയ്യുന്നത്? ഇവിടെ ഉണ്ടായിരുന്ന വേലക്കാരി എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആ ചേച്ചി ഇപ്പോൾ വരാറില്ല അമ്മേ, കുറച്ച് നാളായി വന്നിട്ട്, പിന്നെ എനിക്കിവിടെ ചെയ്യാവുന്ന പണികളൊക്കെ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ കനകദുർഗ പറയുകയാണ്, ഞാൻ മോളെ സഹായിക്കാം, മോൾക്ക് ഇച്ചിരി ആശ്വാസമാവുമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, ഇല്ലമ്മേ, എനിക്ക് ചെയ്യാനുള്ള പണിയൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. അപ്പോൾ കനകദുർഗ പറയുകയാണ്, എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല മോളെ, ഞാൻ തിരിച്ചു പോയാലോ എന്ന് ചിന്തിക്കുകയാണെന്ന് പറയാം. അപ്പോൾ നയന ചോദിക്കുകയാണ്, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അല്ല, നീ ഇവിടുത്തെ 2 അമ്മായിമ്മമാർക്കും എന്നെ കണ്ടുകൂടല്ലോ, അതുകൊണ്ടാണെന്ന് പറയാണ്. അപ്പോഴത്തേക്കും നയന പറയാണ്, എൻ്റെ അമ്മായിയമ്മയുടെ കാര്യം, അവർക്ക് അമ്മ ഇവിടെ നിൽക്കുന്നതിൽ അങ്ങോട്ടൊരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ അബിയുടെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ആരെയും ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അവരെന്തെങ്കിലും പറഞ്ഞാൽ അമ്മ അത് കാര്യമൊക്കെ എടുക്കാൻ വേണ്ടാന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ എല്ലാവരും ഭക്ഷണവും കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ജലജയും അതുപോലെ കനകയും അതുപോലെ തന്നെ നയനയും കൂടെ ഭക്ഷണമൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേസമയം തന്നെ നയന വിളമ്പാൻ നിൽക്കുന്നു, കനകയും വിളമ്പി കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, കനകയെ, നീ എന്തിനാ വിളമ്പുന്നത്? നീ ഇവിടുത്തെ അതിഥിയല്ലേ, 2 മരുമക്കളുടെ അമ്മയല്ലേ, നീ വിളമ്പണ്ട, നീ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറയാണ്, നീ ഇവിടെ ഇരിക്കുന്നു പറയാണ്. അപ്പോൾ കനക പറയാണ്, വേണ്ട, ഞാൻ വിളമ്പി തരാമെന്നൊക്കെ പറയുമ്പോൾ അമ്മമ്മ പറയും, നീ ഞങ്ങളുടെ അതിഥിയാണ്, അപ്പം ഞങ്ങൾ ആ അതിഥിനെ അതുപോലെയാണ് സ്വീകരിക്കേണ്ടത്, നീ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ജലജയ്ക്ക് അത് പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ജലജ എടുത്ത വഴിക്ക് തന്നെ പറയാണ്, അല്ല, അവർക്ക് ഇവിടെ വന്ന് ഈ ഡൈനിങ് ടേബിളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഞെട്ടലുണ്ടായിട്ടുണ്ടാവും, അവരുടെ വീട്ടിൽ നിലത്തൊക്കെ ഇരുന്നല്ലേ ഭക്ഷണം കഴിക്കുക, അപ്പോൾ അതുകൊണ്ടായിരിക്കുള്ളൂ ഇരിക്കാതെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ആദർശ് പറയാണ്, എന്താണ് ചെറിയമ്മ ഇങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ പറയുന്നത്? അവരുടെ വീട്ടിൽ ഡൈനിങ് ടേബിൾ ഉണ്ടെന്നൊക്കെ ഉള്ളത് ചെറിയമ്മയ്ക്ക് അറിയാലോ, ഇങ്ങനെ കൊച്ചാക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അനിയുടെ അമ്മ പറയാണ്, അല്ലെങ്കിലും ഇടത്തേക്കുള്ള സ്വഭാവമാണത്, മറ്റുള്ളവരെ കൊച്ചാക്കുന്ന ഒരുതരം വൃത്തികെട്ട സ്വഭാവം, ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഇടത്തേക്ക് ഒരു സമാധാനം കിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജലജ പറയാണ്, ആഹാ, ഇപ്പം ഞാൻ പറഞ്ഞതാണോ തെറ്റെന്ന് പറയാണ്. അതേസമയം തന്നെ മുത്തശ്ശി അവിടെ ഇടപെടുകയാണ് കേട്ടോ. മുത്തശ്ശി പറയാണ്, ഒന്ന് നിർത്ത് എൻ്റെ ജലജെ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക, കനകദുർഗ നീ ഇവിടെ ഇരിക്കുമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ കനകദുർഗയെ പിടിച്ച് ദേവയാനിയുടെ അടുത്ത് ഇരുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. തൻ്റെ അമ്മായിയമ്മയുടെ അടുത്തിരുന്നാണല്ലോ തൻ്റെ അമ്മ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ. അടുത്ത സീനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശി കനകദുർഗയെ എവിടെ കിടത്തും എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ കനകദുർഗ എവിടെ കിടത്തും എന്ന് വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയണം, എല്ലാ മുറിയും ഫില്ലാണല്ലോ, അപ്പോൾ എവിടെ കിടത്താനായിട്ടാ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ജലജ പറയാണ്, ഒരു കാര്യം ചെയ്യാം, നവ്യയുടെ റൂമിൽ കിടത്താമെന്ന് പറയാണ്, നവ്യയെ നോക്കാനായിട്ടല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ നവ്യയുടെ റൂമിൽ കിടത്താമെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, അത് ശരിയാവില്ല, അഭി നവ്യം വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നവ്യയെ കൂട്ടിക്കൊണ്ട് പോകുമല്ലോ, അപ്പോൾ അതുവരെ അവർ എൻജോയ് ചെയ്യട്ടെ, അവരുടെ റൂമിലേക്ക് കനകദുർഗയെ കിടത്തണ്ട, പകരം ജലജയുടെ റൂമിൽ ജലജ ഒറ്റയ്ക്കല്ലേ കിടക്കണേ, അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കനകദുർഗയെ അവിടെ കിടത്താൻ പറയാണ്. അപ്പോഴത്തേക്കും ജലജ പറയാണ്, അയ്യോ അത് പറ്റില്ല, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണത് ഇഷ്ടം എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, അതൊന്നും പറ്റില്ല, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, കനകദുർഗ അവിടെ കിടന്നോട്ടെ, തൻ്റെ മരുമകളെ നോക്കാനായിട്ടല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ജലജയുടെ റൂമിൽ ഒരാളെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്തോളാൻ പറയണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാവാണ്, കാരണം അറിയാലോ ജലജയുടെ സ്വഭാവം. അതുപോലെ തന്നെ അനിയുടെ അമ്മയ്ക്ക് ചിരിയും വരുന്നുണ്ട്, ജലജയ്ക്ക് ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ ആദർശ് അമ്മയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു ഭയങ്കര വിഷമം കാണുകയാണ് കേട്ടോ ആദർശിൻ്റെ. അപ്പോൾ ആദർശിൻ്റെ കാര്യം മനസ്സിലായി, എന്തായാലും കനകാൻ്റിയെ ഇവിടെ കൊണ്ടുവന്നത് അമ്മയ്ക്ക് ഇഷ്ടമായില്ല, എനിക്കറിയാം, പക്ഷെ മുത്തശ്ശനെ എതിർത്തിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, മുത്തശ്ശന് വയ്യാത്തത് കൊണ്ടിട്ടാണ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്, മുത്തശ്ശൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്താണോ പറയുന്നത് അതേ ഞാൻ കേൾക്കൂ, നയനയെ ഒഴിവാക്കണം എന്നാണ് അമ്മ പറയുന്നതെങ്കിൽ അപ്പം ഞാൻ അതുപോലെ ചെയ്യും എന്നൊക്കെ നമ്മുടെ ആദർശ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ജലജയാണ്. ജലജ കനകദുർഗ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കനകദുർഗ വന്നപ്പോൾ തന്നെ ജലജ മനസ്സിലിങ്ങനെ പറയാതെ, എനിക്ക് നല്ലൊരു പണി ഞാൻ തരാടി, എൻ്റെ റൂമിലേക്കല്ലേ നീ വന്നിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ജലജയാണെങ്കിൽ ഈ റൂം കണ്ട് ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. ഇത്രയും വലിയൊരു റൂം ഒരാദ്യമായിട്ടാണ് കാണുന്നത്. അവരാ കട്ടിലൊക്കെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല പതുപതുത്ത ബെഡ്, ജലജയ്ക്ക് ആകെ കൂടെ കൺട്രോൾ പോവുകയാണ്. ആൾ കുറച്ച് ഇങ്ങനെയാണല്ലോ, അപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ജലജയ്ക്ക് ആകെ കൂടെ സന്തോഷമാവണം കേട്ടോ. എന്തായാലും ഇന്ന് സുഖമായിട്ട് ഉറങ്ങണം എന്നൊക്കെ ഇങ്ങനെ കരുതിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ജലജ ചോദിക്കുകയാണ്, അല്ല കനകദുർഗ കിടന്ന് ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്.
അപ്പോഴത്തേക്കും കനകദുർഗ പറയാണ് കിടന്നുറങ്ങണം, ഇപ്പം തന്നെ ഉറങ്ങാൻ പോവാണെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ജലജ പറയാണ് അതെ ഞാൻ ഇത് ആ സൈഡിൽ ഒരു പായ വെച്ചിട്ടുണ്ട്, ആ പായ വിരിച്ച് നിലത്ത് കിടന്നുറങ്ങിക്കോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും കനകദുർഗ ഒക്കെ മനസ്സിലായി അടുത്ത പണി തരാനായിട്ടാണ്. ഞാൻ പായയിൽ കിടന്ന് ഇവൾ കാണുക തന്നെ ചെയ്യും. അപ്പോൾ കനകദുർഗ ജലജയോട് പറയാണ് അതെ നിലത്ത് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ നിലത്ത് കിടക്കുന്നില്ല, ഞാൻ ബെഡിലേ കിടക്കുകയുള്ളൂ, വേണമെങ്കിൽ ജലജ നിലത്തിറങ്ങി കിടന്നോളാൻ പറയാണ്. അപ്പോഴത്തേക്കും ജലജ അല്ല ഞാൻ നിലത്തിറങ്ങി കിടക്കാനോ, ഈ ബെഡ്റൂമിൽ ഒരു ബെഡേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും കനക പറയാണ് അതാ പറഞ്ഞത് ജലജ അങ്ങ് നിലത്തിറങ്ങി കിടക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല, ഞാൻ ഈ അറ്റത്തങ്ങ് കിടന്നോളാം, ജലജ അവിടെയും കിടന്നോളൂ, ഞാനൊരിക്കലും ഉരുണ്ട് അങ്ങോട്ട് വരില്ല, ജലജയ്ക്ക് ഒരു ശല്യം ഉണ്ടാക്കില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർക്ക് എന്തായാലും 8ൻ്റെ പണി കൊടുക്കണം, നമുക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് സമ്മതിക്കില്ല എന്ന്. അതേസമയം തന്നെ കനകദുർഗ വേഗം തന്നെ ഭർത്താവിനെ കോൾ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ജലജ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒച്ചയിൽ സംസാരിക്കുകയാണ് ഭർത്താവിനോട്. ഭക്ഷണം കഴിച്ചോ, നന്നായി ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ മോളെക്കുറിച്ച് നന്ദുവിനെക്കുറിച്ച് പറയുന്നുണ്ട്, നന്ദുവിനെ നന്നായിട്ട് ശ്രദ്ധിക്കണം, അവളെ കൊണ്ട് പണിയൊക്കെ എടുപ്പിക്കണം, അവൾ ഇച്ചിരി മടിച്ചാണ്, എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ഗോവിന്ദേട്ടൻ ചെയ്യരുത്, ഇങ്ങനെയൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജലജക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ ജലജ പറയാണ് അതെ എനിക്ക് ഉറങ്ങണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും കനകദുർഗ പറയാണ് ഒരു 5 മിനിറ്റ് ഇപ്പം തന്നെ വെക്കാമെന്ന് പറയാണ്. എന്നിട്ട് ഗോവിന്ദേട്ടനോട് പറയാണ് അതെ വേണമെങ്കിൽ നിങ്ങൾ നന്ദുവിൻ്റെ അടുത്ത് വീഡിയോ കോൾ ചെയ്യാൻ പറയാം, ഞാൻ എത്ര വലിയ ബെഡിലാണ് കിടക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോഴത്തേക്ക് ജലജക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് എന്തായാലും ജലജയ്ക്ക് ഇട്ട് കുറച്ച് നേരം ഉറങ്ങണ്ടെന്ന് ഉറക്കാതിരിക്കാൻ കുറച്ച് മണിയൊക്കെ കൊടുത്തല്ലോ. അത് കഴിഞ്ഞപ്പോൾ കോള് കട്ട് ചെയ്ത് നമ്മുടെ കനകദുർഗ കിടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതേസമയം തന്നെ ജലജ നിനക്ക് നല്ലൊരു പണി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പുതപ്പൊക്കെ നല്ല രീതിയിൽ മൂടിയിട്ട് നമ്മുടെ AC-യുടെ കൂളിങ് കൂട്ടിയിടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയ്ക്ക് കനകദുർഗയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. കനകദുർഗയ്ക്ക് പുതയ്ക്കാൻ പുതപ്പില്ല. നമ്മുടെ ജലജയുടെ പുതപ്പൊക്കെ പിടിച്ചു വലിച്ച് നോക്കി, ഒരു രക്ഷയില്ല, അത് കൊടുക്കുന്നില്ല, ചോദിച്ചു നോക്കി കൊടുക്കുന്നില്ല. അപ്പം കനകദുർഗയ്ക്ക് മനസ്സിലായി ഇവർ തന്നിരിക്കുന്ന പണി തന്നെയാണിത്, 8ൻ്റെ പണിയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും തിരിച്ച് നന്നായിട്ട് നല്ലൊരു പണി കനകദുർഗ കൊടുക്കാതിരിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്.